All of you, welcome back to our maths class. എല്ലാവർക്കും നമ്മുടെ maths classലേക്ക് സ്വാഗതം. So, we have discussed about the chapter repeated multiplication, and that the chapter had included the powers of a number. അല്ലേ, ഒരു നമ്പേഴ്സിൻ്റെ പവേഴ്സ് ആണ്. ആ നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, ലാസ്റ്റ് നമ്മളന്ന് ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലേ, ഫ്രാക്ഷൻ്റെ പവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് വൺ ഈസ് 2/3 all raised to 5 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, 2/3. സോ അത് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ഹിയർ. ഫസ്റ്റ് വൺ 2/3 all raised to 5. Okay, so what is actually 2/3 all raised to 5? What is actually that? We can write the 2/3 all raised to 5, 2 raised to 5 divided by 3 raised to 5. So we can split like this, 2 raised to 5 divided by 3 raised to 5. Now we can write the 2 raised to 5, that is 2 into 2 into 2 into 2 into 2, that 5 times multiply 2 in 5 times. Okay, next what is 3 raised to 5? 3 into 3 into 3 into 3 into 3. So this one is 3 raised to 5 means. Okay, so നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ, റിപ്പീറ്റഡ് മൾട്ടിപ്ലൈ. നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. 2 into 2 into 2 into 2 into 2, 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32 divided by 3 into 3 9, 9 into 3 27, 27 into 3 27 into 3 1 2, 3 into 2 6 plus 2 8, 81. Okay, so 81 into 3, 81 into 3 ചെയ്യാം നമുക്ക്. അപ്പോൾ 3 24. Okay, so 243. So this one is the answer of the first one, 2/3 all raised to 5 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഓരോന്നും വൃത്തിയായിട്ട് പഠിച്ചിട്ട് തന്നെ പോകട്ടോ. സോ 2/3 all raised to 5, 2/3 all raised to 5, the value of 2/3 all raised to 5, that is equal to 32 divided by 243. Clear? Okay, next 3/5. The second one is 3/5 all raised to 4. So at first we can write 3/5 all raised to 4, 3 raised to 4 divided by 5 raised to 4. So that is equal to, what is 3 raised to 4? 3 into 3 into 3 into 3 divided by 5 raised to 4 means 5 into 5 into 5 into 5. Okay, is equal to, we can put a bracket here, 3 into 3 and 3 into 3. So we can do it very easily. 3 into 3 9 into 3 into 3 9, 9 into 9 81. So the answer is 81 divided by, next we can do the same things here also. 5 into 5 25 into 5 into 5 25. So 25 into 25 625. Okay, what is the answer? 625. So the total answer 81 divided by 625. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കും കേട്ടോ, അവിടെ തന്നെ കേട്ടോ, ആ റൈറ്റ് സൈഡിൽ അതൊക്കെ മാർജിനിൽ ചെയ്തു നോക്കാം. സോ 3/5 all raised to 4, that answer of that 81 divided by 625. Okay, next the third one, 1/2 all raised to 10. So at first we can write 1 raised to 10 divided by 2 raised to 10. Okay, next step 1 into 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 1. 1 2 3 4 5 6 7 8 9 10. Okay, complete. Divide by 2 raised to 10, 2 into 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 2. Okay, 1 2 3 4 5 6 7 8 9 into 2. Okay, ഇവിടെ 1 2 3 4 5 6 7 8 9 10. Okay, complete. ഫുൾ ഈ 1 raised to 10 എന്ന് പറയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് 1 ആണല്ലോ. 1 കംപ്ലീറ്റ് ചെയ്ത ആൻസർ 1 തന്നെയാണ് ബൈ. ഇനി 2 ഇൻറ്റു ചെയ്യുമ്പോൾ നോക്കൂ,
2 into 2 4, 4 into 2 8, 8 into 2 8 into 2 16, 16 into 2 32. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 32. സോ ഇനി നമുക്ക് 32 into 32 ചെയ്താൽ മതി അല്ലേ. സോ വാട്ട് ഈസ് ആൻസർ? 32 into 32, 2 into 2 4, 3 into 2 6, 3 into 2 6, 3 into 3 9, 4 2 10 അല്ലേ. അപ്പോൾ 10 2 4 1024, 1024 is the answer. 1/1024, that is the answer of 1/2 all raised to 10 എന്ന് പറയുന്നത്. അപ്പോൾ 2 raised to 10 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 1024. ഇതൊക്കെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, the last one from here, 2 1/2 all ക്യൂബ് അല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ ക്യൂബ് എന്നാണ് എഴുതുക അല്ലേ. ഓക്കെ, 2 ആണ് മുകളിൽ വരെങ്കിൽ നമ്മൾ സ്ക്വയർ എന്ന് പറയും, 3 ആണെങ്കിൽ ക്യൂബ് എന്ന് പറയും അല്ലേ. ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, പിന്നെ 2 1/2. ആദ്യം ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇത് നമ്മൾ ഫാക്ടറിയിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? ഫസ്റ്റ് 2 into 2 ചെയ്യുക. 2 into 2 4 അല്ലേ. അതുകൂടെ ഈ 1 ആഡ് ചെയ്യുക. അപ്പോൾ 4 + 1 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 5/2 ഈ 2 അടിയിൽ എഴുതാം. ഓൾ ക്യൂബ്, ഇങ്ങനെയാണ് ആൻസർ വരിക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ചേഞ്ച് ചെയ്യുന്നു അല്ലേ. 2 into 2 4, 4 + 1 5, 5/2 എന്ന് എഴുതാം. ആൻഡ് ദിസ് റൈറ്റ് ദ ഡിനോമിനേറ്റർ, this one. Okay, 2 all cube. Next step, 5 cube divided by 2 cube. Next step, what is 5 cube? 5 into 5 divided by what is 2 cube? 2 into 2 into 2. Okay, next we just write the value of that. 5 into 5 25, 25 into 5 125 divided by 2 into 2 4, 4 into 2 8. So 125 divided by 8. So that one is the answer of 2 1/2 all cube എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, പവേഴ്സ് ഓഫ് ഡെസിമൽ. പവേഴ്സ് ഓഫ് ഡെസിമൽ. പവേഴ്സ് ഓഫ് ഡെസിമൽ. ഡെസിമൽ എന്ന് പറയുന്നത് പോയിന്റ് നമ്പർ അല്ലേ. അപ്പോൾ പോയിന്റ് നമ്പർ വരുമ്പോൾ അതിൻ്റെ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇതിൽ. ഈ ചാപ്റ്ററിൽ ഒന്നും ഒഴിവാക്കാനില്ല. അപ്പോൾ എല്ലാതും പഠിക്കണം. പവേഴ്സ് ഓഫ് ഡെസിമൽ. ഡെസിമലിൻ്റെ പവേഴ്സ് എങ്ങനെയാണ് വരിക? ഡെസിമൽ എന്ന് പറയുന്നത് പോയിന്റ് ആണ് അല്ലേ. സോ 1.2 അതിൻ്റെ പവർ നമ്മൾ സ്ക്വയർ ആണ് എഴുതുന്നത്. ഫസ്റ്റ് 1.2 ഹോൾ സ്ക്വയർ, ഇതിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ആക്ച്വലി വാട്ട് ഈസ്, നമ്മൾ 2 സ്ക്വയർ എന്ന് എഴുതുക. എന്താ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into 2 ആണല്ലേ. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 3 into 3 എന്ന് എഴുതും. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 4 into 4 എന്ന് എഴുതും. സോ വാട്ട് ഈസ് അബൌട്ട് 1.2 ഹോൾ സ്ക്വയർ? സോ ദാറ്റ് ഈസ് 1.2 into 1.2. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്ക്. 1.2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1.2 into 1.2. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ എങ്ങനെ? നിങ്ങൾക്ക് ചിലപ്പോൾ പോയിന്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിക്കാരം. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എന്താ ആൻസർ വരിക? 12 into 12 ചെയ്യുക. ആൻസർ എത്ര കിട്ടുക? 2 into 2 4, 2 into 1 2, 1 into 2 2, 1 into 1 1. ആൻസർ 4 4 1 144. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 144 എന്ന് പറയുന്നത്. അതായത് 12 into 12 ചെയ്യുമ്പോൾ. ബട്ട് ഇൻ അവർ പ്രോബ്ലം ദ നമ്പർ ഈസ് 1.2 into 1.2. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യണം? ഇവിടെ പോയിന്റിന് ആഫ്റ്റർ ദ പോയിന്റ് എത്ര നമ്പർ ഉണ്ട്? 1 നമ്പർ. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 1 നമ്പർ. അപ്പോൾ ആൻസറിൽ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് എത്ര നമ്പറാണ്? ഇവിടെ 1 നമ്പറും ഇവിടെ 1 നമ്പറും അല്ലേ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് 2 നമ്പർ ആക്കി പോയിന്റ് ഇടാം. അപ്പോൾ ഇങ്ങനെ പോയിന്റ് ഇടാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1.44 ആണ്. നോക്കൂ, 1.44 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ രൂപത്തിൽ കൂടി എഴുതാം. വേറെ രൂപത്തിലും കൂടി എഴുതാം. എങ്ങനെ എഴുതാം? ആക്ച്വലി വാട്ട് ഈസ് 1.2? നമ്മൾ പറഞ്ഞത് 1.2 ആണ്. 1.2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. ഈ 1.2നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും?
ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ ആണല്ലോ, പോയിന്റിന് ശേഷം ഒരു നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാം, നിങ്ങൾക്ക് 12/10 എന്ന് എഴുതാം. എന്തെഴുതാം? 12/10. 10 എങ്ങനെ കിട്ടിയതെന്ന് അറിയോ? ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ ആണല്ലോ, അപ്പോൾ ഒരു പൂജ്യമുള്ള ആ നമ്പർ എടുത്ത് എഴുതാം. പോയിന്റിന് ശേഷം രണ്ട് നമ്പർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പൂജ്യമുള്ള 100 ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1.2ന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് 1.2 ഐ ജസ്റ്റ് റൈറ്റ് 12/10. ഇത് രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയാണ്, ഹോൾ സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു. ഇനി എന്ത് ചെയ്യാം? വാട്ട് ഈസ് 12 സ്ക്വയർ? 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12. വാട്ട് ഈസ് 10 സ്ക്വയർ? 10 × 10. ഓക്കെ, അതാണല്ലോ, അങ്ങനെയല്ല നമ്മൾ എഴുതാം. 12 × 12 എന്ന് പറഞ്ഞാൽ 144 ഡിവൈഡഡ് ബൈ 10 × 10 എന്ന് പറഞ്ഞാൽ 100. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? 144നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോയിന്റ് മാറ്റിയിടണം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ 1.44. ഇതാണ് അതിൻ്റെ ആൻസർ. രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി എളുപ്പം എന്ന് പറയുന്നത് അങ്ങനെ ഇൻറ്റു ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇൻറ്റു ചെയ്യാം. At first just avoid the point and do it the operation, that means the multiplication, and after that we get an answer. So നമ്മൾ ആ പോയിന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ ആ പോയിന്റ് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ? ഇനി അതിൽ പറയുന്നത് 1.5 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്. Can you compute 1.5 ഹോൾ ക്യൂബ്? ക്യൂബ് 3 ആണ്, 3 ആണ് വരുന്നത് അല്ലേ? ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരിക? 1.5 ഹോൾ ക്യൂബ്. സോ ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ്? 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 അല്ലേ? ഇതാണ് 1.5 ക്യൂബ് എന്ന് പറയുമ്പോൾ. നിങ്ങൾ ആ പോയിന്റ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ പറയുക? 15 × 15 × 15. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഡു ദാറ്റ് 15 × 15. 15 × 15 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 225 ആണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. 225. അതായത് ഇത് ചെയ്യുമ്പോൾ പോയിന്റ് ഇല്ലാതെ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ആൻസർ കിട്ടിയിട്ട് മതി പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 15 × 15 എന്ന് പറയുമ്പോൾ 225. അതിനെ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ 15 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് നമ്മൾ ചെയ്ത് നോക്കുക. 5 × 5 25 5 ബാക്കി 2. ദെൻ 5 × 2 10 ആണ്. 10 + 2 എന്ന് പറഞ്ഞാൽ 12. 12 2 ബാക്കി റിമൈൻഡർ വീണ്ടും 1. 5 × 2 10. 10 + 1 11. ഓക്കെ, 1 × 5 5. 1 × 2 2. 1 × 2 2. 5 7 3 3. അപ്പോൾ 3375 എന്ന് പറയുന്നതാണ് പോയിന്റ് ഒഴിവാക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ പോയിന്റിന് ശേഷം 1 നമ്പർ, ആഫ്റ്റർ പോയിന്റ് 1 ഡിജിറ്റ്, ആഫ്റ്റർ പോയിന്റ് 1 ഡിജിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര ഡിജിറ്റ്? 3 ഡിജിറ്റായി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 3 നോക്കിയിട്ട് അപ്പോൾ ആൻസർ 3 പോയിന്റ്. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കും. 3.375 ആണ് ഏതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? 1/1.5 ഹോൾ ക്യൂബിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയെടുക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് 0.2 ഹോൾ റൈസ് ടു 4 എന്ന് പറയും? 0.2 ഹോൾ റൈസ് ടു 4 ഇതെങ്ങനെ എഴുതും നമ്മൾ? സോ വി ക്യാൻ റൈറ്റ് 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 അല്ലേ? 4 ടൈംസ്. അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ് ഒഴിവാക്കാം. പോയിന്റ് ഒഴിവാക്കുമ്പോൾ 2 × 2 8. 8 × 2 8 × 2 16. സോറി 4 × 4 2 × 2 4. 4 × 2 18. 18 × 2 എന്ന് പറയുമ്പോൾ 16. ആൻസർ 16 ആണ് വരുന്നത്. ആൻസർ 16 ആണ് വരുന്നത്. ബട്ട് ഇവിടെ എന്ത് വേണം? ഇവിടെ നോക്കൂ, പോയിന്റിന് ശേഷം ഒരു നമ്പർ, പോയിന്റിന് ശേഷം ഒരു നമ്പർ, പോയിന്റിന് ശേഷം ഒരു നമ്പർ, പോയിന്റിന് ശേഷം ഒരു നമ്പർ, മൊത്തം 4 നമ്പേഴ്സ്. അപ്പോൾ ആഫ്റ്റർ പോയിന്റ് 4 നമ്പേഴ്സ് വേണം. ഇവിടെ എത്ര നമ്പേഴ്സ് ഉള്ളൂ? 2 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 3 നമ്പേഴ്സായി. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 4 നമ്പേഴ്സായി. ഇനി പോയിന്റ് ഇടാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. കിട്ടിയോ? 2 × 2 × 2 × 2 എന്ന് പറയുന്നത് 16 ആണ്. ബട്ട് ഇവിടെ 0.2 × 0.2 × 0.2 × 0.2 എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദ പോയിന്റ് ദർ ആർ 4 ഡിജിറ്റ്. സോ അത് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ 2 ഡിജിറ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു 2 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്? ഓക്കെ, നെക്സ്റ്റ്,
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ? സോ നിങ്ങളത് വൃത്തിയായിട്ട് ഹെഡിങ് എഴുതണേ. ഓക്കെ, വലിയൊരു സബ് ഹെഡിങ്ങിനെ എഴുതിക്കോളി, മൾട്ടിപ്ലിക്കേഷൻ റൂൾ. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യാൻ പോവാണ് നമ്മളിനി. ഓക്കെ, ഏതൊക്കെ നമ്പേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചോളട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ പോവാണ്. ഇതിലുള്ളത് തന്നെ നമുക്ക് എഴുതാം. ടു ക്യൂബ് ഇൻറ്റു 2⁵5. 2 ക്യൂബ് ഇൻറ്റു 2⁵5. ആക്ച്വലി എന്താണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഈസ് 2 ക്യൂബ്? 2 ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? ഇതാണ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻറ്റു ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അത് ഇട്ടു ഇൻറ്റു. ഇനി 2⁵5 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഇവിടെ ടോട്ടൽ എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 8. 8 2 ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ? 2⁵8 എന്നല്ലേ? 8 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസർ എന്താ? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2⁵8 ആണ്. ഇതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? 2 ക്യൂബ് ഇൻറ്റു 2⁵5 ഇതിൻ്റെ ആൻസർ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വളരെ എളുപ്പമാണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം വി ക്യാൻ ആഡ് ദിസ് 2 നമ്പർ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മൾട്ടിപ്പിൾ വന്നാൽ ഈ രണ്ടെണ്ണം തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ശരിക്കും ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആൻസർ ഞാൻ പറയാൻ പോവാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. ആൻസർ 2 ക്യൂബ് പ്ലസ് ഇങ്ങനെ 2⁵3 + 5. അപ്പോൾ ഇങ്ങനെ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, മൾട്ടിപ്പിൾ ചെയ്താൽ വന്നാൽ ഇത് രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്താ വരിക? ഈക്വൽ ടു 2⁵8. ആൻസർ 2⁵8 എന്ന് പറയാം. ക്ലിയർ? ഞാൻ അത്ര എഴുതിയാൽ മതി കേട്ടോ. 2⁵8ൻ്റെ ആൻസർ നോക്കണമെന്നുണ്ടെങ്കിൽ 2 × 2 × 2 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? ക്ലിയർ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. 3⁴ ഇൻറ്റു 3⁵5 ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ് അല്ലേ? രണ്ടിടത്തും 3 ആണ്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഇതിൻ്റെ ആൻസർ എന്താ വരിക? 3⁵. ആൻസർ നമുക്ക് അടിയിൽ എഴുതാം അല്ലേ? ദാറ്റ്സ് ബെറ്റർ. ആൻസർ 3⁴ + 5 അല്ലേ? 4 + 5. ആൻസർ 3⁹9. 4 + 5 എന്ന് പറയുമ്പോൾ 9 അല്ലേ? അപ്പോൾ 3⁹9 ആണ് വരുന്നത്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 6² ഇൻറ്റു 6⁵5. 6² ഇൻറ്റു 6⁵5 അല്ലേ? അതിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കും. അപ്പം എങ്ങനെയാണ് നമ്മുടെ ആൻസർ? ഓക്കെ, 6⁵2 + 5. ആൻസർ 6⁵7. 6⁵7 ഈസ് ദ ആൻസർ. 5 + 2 എന്ന് പറയുന്നത് 7 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ. ഫൈൻഡ് the value of 5⁴ into 5⁵3. 5⁴ into 5 cube അല്ലേ? ആൻസർ 5⁴ + 3. ഇപ്പോൾ ഇത് നോക്കട്ടെ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയും. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. സോ 4 + 3 അല്ലേ? then equal to 5⁻7. 5⁻7 is the answer. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ്
what is the value of 10 square into 10 raised to 7? What is the value of 10 square into 10 raised to 7? So this one is the multiplication rule. Then how can we solve this multiplication rule? We can add them, the powers. We can add the powers. So answer 10 square plus 10 raised to 2 plus 7. Answer is 10 raised to 9. So this one is the answer. Clear? Okay. Now we can go the fraction. What is the value of 2 by 3 all square into 2 by 3 all raised to 5? Okay. So ഇവിടെ എന്താ രണ്ടും ഒരേപോലെ നമ്പറാണ് അല്ലേ? 2 by 3യും 2 by 3 ആണല്ലോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്? സോ വി ക്യാൻ ആഡ് ദ പവേഴ്സ് 2 by 3 all raised to 2 plus 5. And the last final answer 2 by 3 all raised to 7. 2 by 3 all raised to 7 is the answer. Next. What is the value of 1 by 2 all raised to 7 into 1 by 2 all raised to 3? 1 by 2 all raised to 7 into 1 by 2 all raised to 3. So the answer 1 by 2 all raised to 7 plus 3. Final answer 1 by 2 all raised to 10. Clear ആണല്ലോ? Clear. Okay. നെക്സ്റ്റ് ഇനി അതിൻ്റെ ജനറൽ ഫോമായിട്ട് ഒരു ബോക്സിൽ ഇടാനുള്ളത്, അതായത് മൾട്ടിപ്ലിക്കേഷൻ റൂളിൻ്റെ ജനറൽ ഫോം കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ജനറൽ ഫോം എഴുതുക നോക്കൂ. എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എം. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക ഒന്ന് പറഞ്ഞേ. നോക്കൂ, ഇവിടെ രണ്ടിടത്തും എക്സും എക്സും അല്ലേ വരുന്നത് അല്ലേ? അങ്ങനെ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ പവേഴ്സ് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എങ്ങനെ വരിക? എക്സ് റൈസ് ടു എൻ പ്ലസ് എം അല്ലേ? എൻ പ്ലസ് എം. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ നേരത്തെ എഴുതിയ പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഇടണം കേട്ടോ. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് വർക്ക്സുകൾ തരാം. അപ്പോൾ നിങ്ങളത് ആ ജനറൽ ഫോം എഴുതിയതിന് ശേഷം നിങ്ങൾ കുറച്ച് വർക്കുകൾ കേട്ടോ. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 5 cube into 5 raised to 6. Second, find the value of 6 square into 6 raised to 10. Third one, find the value of 4 raised to 4 into 4 raised to 5. Next, fourth one, find the value of 1 by 3 all cube into 1 by 3 all raised to 5. Fifth one, find the value of 7 cube into 7. ഇതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ ആർക്കെങ്കിലും. ക്ലിയർ ആണല്ലോ? എന്താ സിക്സ്ത് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 12 ക്യൂബ് ഇൻറ്റു 12 റൈസ് ടു 2. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾ ആ ഹോം വർക്ക്സ് കേട്ടോ ഒന്ന് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ആ ജനറൽ ഫോം എന്തായിരുന്നു? എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് എം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വെക്കുക, ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.